ഓം നമോ ഭഗവതേ വാസുദേവായ. അത സപ്തദശോധ്യായം. 17-ാമത്തെ അർജുന ഉവാച യേ ശാസ്ത്രവിധിമുത്സൃജ്യ യജന്തേ ശ്രദ്ധയാന്വിതാം തേഷാം നിഷ്ഠാതു കാ കൃഷ്ണ സത്വമാഹോ രജസ്തമാം. ശ്രീഭഗവാനുവാച ത്രിവിധാ ഭവതി ശ്രദ്ധാ തേഹിനാം സാ സ്വഭാവജാ സാത്വികീ രാജസീ ചൈവ താമസീ ചേതി താം ശൃണു. സത്വാനുരൂപാ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത. ശ്രദ്ധാമയോऽയം പുരുഷോ യോ യശ്രദ്ധഃ സ ഏവ സ. യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസാം. പ്രേതാൻ ഭൂതഗണാംശ്ചാന്യേ യജന്തേ താമസാ ജനാം. അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേ യേ തപോജനാം. ദംഭാഹങ്കാരസംയുക്താ കാമരാഗബലാന്വിതാം. കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമമചേതസാം. മാം ചൈവാന്തശരീരസ്ഥം താൻ വിദ്യാസുരനിശ്ചയാൻ. ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയാ. യജ്ഞസ്തപാസ്തഥാ ദാനം തേഷാം ഭേദമിമം ശൃണു. ആയു സത്വബലാരോഗ്യ സുഖപ്രീതി വിവർധന. രസ്യാ സ്നിഗ്ധാ സ്ഥിരാ ഹൃദ്യാ ആഹാരാ സാത്വികപ്രിയാ. കട്ടം ലലവണാത്യുഷ്ണാ തീഷ്ണരൂക്ഷവിദാഹിനാ. ആഹാരാ രാജസസ്യേഷ്ടാ ദുഃഖശോകാമയപ്രദാ. യാതയാമം ഗദരസം പൂരിപര്യൂഷിതം ച യത്. ഉച്ഛിഷ്ടമപി ചാമേധ്യം ഭോജനം താമസപ്രിയം. അഫലാകാംക്ഷിഭിർയജ്ഞോ വിദിദൃഷ്ടോ യ യുജ്യതേ. യഷ്ടവ്യമേവേതി മനഃ സമാദായ സ സാത്വികാ. അഭിസന്ധായ തു ഫലം ദംഭാർത്ഥമപി ചൈവ യത്. യുജ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസം. വിധിഹീനമസൃഷ്ടാന്നം മന്ത്രഹീനമദക്ഷിണം. ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. ദേവദ്വിജഗുരുപ്രാജ്ഞ പൂജനം ശൗചമാർജവം.
ബ്രഹ്മചര്യമഹിംസാ ച ശാരീരം തപ ഉച്യതേ അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ച യത് സ്വാധ്യായാഭ്യസനം ചൈവ വാങ്മയം തപ ഉച്യതേ മനഃപ്രസാദസൗമ്യത്വം മൗനം ആത്മവിനിഗ്രഹം ഭാവസംശുദ്ധിരിത്യേതത് തപോ മാനസമുച്യതേ ശ്രദ്ധയാ പരയോ തപ്തം തപസ്തത്രിവിധം നരേ അഫലാകാംക്ഷിഭിർയുക്തൈ സാത്വികം പരിചക്ഷതേ സത്കാരമാനപൂജാത്തം തപോദംഭേന ചൈവ യത് ക്രിയതേ തദിഹ പ്രോക്തം രാജസം ചരമധ്രുവം മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയതേ തപാം പരസ്യോ സാധനാർത്ഥം വാ തത്താമസമുദാഹൃതം ദാതവ്യമിതി യൽദാനം ദീയതേനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം യത്വ പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ വാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം തദ്ദാനം രാജസംസ്മൃതം അദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതമവജ്ഞാതം തത്താമസമുദാഹൃതം ഓം തത്സദിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധ സ്മൃതാ ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുരാ തസ്മാലോമിത്യുദാഹൃത്യ യജ്ഞദാനതപക്രിയാം പ്രവർത്തന്തേ വിധാനോക്താം സതതം ബ്രഹ്മവാദിനാം തദത്യനവിസന്ധായ ഫലം യജ്ഞതപക്രിയാം ദാനക്രിയാശ്ച വിവിധാ ക്രിയന്തേ മോക്ഷകാംക്ഷിഭിः സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതൽപ്രയുജ്യതേ പ്രശസ്തേ കർമ്മണി തദാ സത്ശബ്ദപാർത്ഥയുജ്യതേ യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദിതി ചോച്യതേ കർമ്മ ചൈവ തദസ്തേയം സദിത്യേവാഭിധീയതേ അശ്രദ്ധയാഹുതം ദത്തം തപസ്തപ്തം കൃതം ച യത് അസദിത്യുച്യതേ പാർത്ഥ ന ച തത്പ്രേത്യ നോ ഇഹ ഓം തത്സദിതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ശ്രദ്ധാത്രയ വിഭാഗയോ യോഗോ നാമ
സപ്തദശോധ്യായ. 17ാമത്തെ അധ്യായത്തിലെ ഉപസംഹരിപ്പിച്ചു. മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന സംസ്കാരങ്ങളാണ് അവനെ ദൈവീകമാക്കുന്നതും ആസുരികമാക്കുന്നതും. എത്ര കണ്ട് നമ്മളിൽ ആസുരീകത വരുന്നു. ഈ ആസുരീകത എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മളെ കൂടുതൽ ശരീരത്തോടും ലോകത്തോടും അടുപ്പിക്കുന്ന സംസ്കാരത്തിന്റെ പേരാണ്. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശരീരം കാലനിയോഗത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഇത് ക്രമേണ 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 മണ്ണിലേക്ക് പോകുന്നതാണ്. എന്നാൽ നമ്മുടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സംസ്കാരം കാലത്തിന് അതീതമാണ്. അപ്പൊ കാലത്തിന് വിധേയമായ ശരീരം, കാലത്ത് അതീതമായ സംസ്കാരം. ഒന്ന് വിധേയം. വിധേയം മീൻസ് ദറ്റ് ഈസ് ബൗണ്ട് വിത്തിൻ ദി ടൈം. ഒന്ന് ബിയോണ്ട് ദ ടൈം. അപ്പൊ കാലാതീതവും കാലത്തിന് വിധേയവും. ഇറ്റ്സ് എന്താണ് വിധേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലിരിക്കുന്നത്, വിത്തിൻ ടൈം എന്നുള്ളത്. അപ്പൊ കാലത്തിന് വിധേയമായ ശരീരത്തിൽ കാലാതീതമായ മനസ്സ്, സംസ്കാരം ചെന്ന് ഒട്ടിപ്പിടിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശരീരത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മളെ ബാധിക്കും, നമ്മളെ തളർത്തിക്കളയും. അപ്പോ ദൈവീക സമ്പത്ത് കൊണ്ട് എന്താ അർത്ഥമാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവീക സമ്പത്ത് വളരും തോറും ശരീരത്തിന്റെ തലത്തിൽ നിന്നും മനസ്സിനെ നമുക്ക് വേർപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ വേർപ്പെടും തോറും ശരീരത്തിന്റെയോ ശരീരവുമായി ബന്ധപ്പെട്ടവരുടെ ഒന്നും പ്രശ്നം നമ്മളെ ബാധിക്കില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? നിങ്ങളൊരു തോണിയിൽ യാത്ര ചെയ്യുമ്പോൾ ആ തോണിക്കുണ്ടാകുന്ന എല്ലാ ചലനങ്ങളും തോണിയിൽ ഇരിക്കുന്ന ആളെയും ബാധിക്കും, ഇല്ലേ? തോണിയിൽ ഇരിക്കുന്ന ആളെയും ബാധിക്കും. എന്നാൽ നിങ്ങൾ കരയിലേക്ക് കയറി നിന്നാലോ? കരയിലേക്ക് കയറി നിന്നാൽ തോണി ചലിച്ചാലും നമ്മൾക്ക് ചലനമില്ല. ഉണ്ടോ? നിങ്ങൾ തോണിയിൽ യാത്ര ചെയ്തിട്ട് കരയിലേക്ക് കയറി നിൽക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ആടണോ? ഇത്രയും നേരം തോണിയിലിരുന്ന് കുലുങ്ങി 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 കുലുങ്ങി. ഈ ഷിപ്പിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ പ്രശ്നം ഉണ്ടാവും. കണ്ടിന്യൂസ്ലി 2-3 ദിവസം ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോഴല്ലോ ഇതിങ്ങനെ ആടി 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 പോകുമ്പോൾ എവിടെ കിടന്നാലും അവർക്ക് തോന്നും അത്രേ ഭേദം ആടുന്നുണ്ട് എന്ന്. ട്രെയിനിലും ഉണ്ടാവും അല്ലേ? ചിലർക്ക്. പണ്ടൊരു ബാങ്ക് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് ബാങ്ക് ജോലി മടുത്തുപോയി. എന്നും ഈ കൗണ്ടറിൽ ഇരുന്ന ആളുകൾ ചെക്ക് 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 എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മതി. ഇദ്ദേഹം വിചാരിച്ചു ഹരിദ്വാറിലൊന്ന് പോയിട്ട് 2 ദിവസം അവിടെ പോയി സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ട്രെയിനിൽ കയറി നാട്ടിൽ നിന്ന് രാത്രി കടന്നുറങ്ങുമ്പം ചെക്ക് 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 ചെക്ക്. അദ്ദേഹത്തിന് അപ്പോഴും തോന്നുന്നത് ആരോ കൗണ്ടറിൽ വന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ച് ചങ്ങല വലിച്ചു. അദ്ദേഹം ഭ്രാന്ത് കയറിയിട്ടേ, ചിലർക്ക് അങ്ങനെയാണല്ലോ, ഭ്രാന്ത് കയറിയാൽ പിന്നെ എന്താ ചെയ്യണ അറിയില്ല. PTR വന്നു, എന്ത് ചെയ്തു, എന്തിനാ ഇങ്ങനെ കുഴപ്പമുണ്ടായി, കൊന്നു കൊടുത്തു. രാത്രിയും ഉപദ്രവിക്കുക. നിങ്ങൾ ഇത്ര നേരം നിങ്ങൾ ചെക്ക് എന്ന് പറയും. അതും എടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചെക്ക് ചെക്ക് എന്ന് പറയും. അപ്പോ നമ്മളൊരു സംസ്കാരം ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എവിടെ ചെന്നാലും അതേ സംസ്കാരം തന്നെ ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇത്തിരി ചൊറിച്ചിലുണ്ടായിരുന്നെങ്കിൽ കുരുക്ഷേത്രയിൽ വരുമ്പോഴും ആ ചൊറിച്ചിൽ നിങ്ങളുടെ കൂടെ വരും. അതെന്തുകൊണ്ട്? കാരണം അവിടുന്ന് ഉണ്ടാക്കി വെച്ച പ്രശ്നമാണ്. മാറ്റാൻ പറ്റുമോ? ഇല്ല. ക്രീമൊക്കെ തേച്ചാൽ കുഴപ്പമില്ല. ഇതുപോലെ നാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംസ്കാരങ്ങളെല്ലാം ഇറ്റ് വിൽ ഫോളോ us. അപ്പൊ ദൈവീകമായ സമ്പത്ത് ഉണ്ടാക്കും തോറും എന്താ ഗുണമുള്ളത്? ചിലർ ചോദിക്കാറില്ലേ ഞാനെന്തിന് നന്നാവണമെന്ന്. അതെന്നെ ദേഷ്യപ്പെട്ടാ ചോദിക്കുക. ഞാൻ എന്തിന്, നിങ്ങളൊക്കെ നന്നായ ഞാനെന്തിനാ നന്നാവണം? നിങ്ങൾ നന്നായാൽ നിങ്ങൾക്കും ഗുണമുണ്ട്. ദ മോർ യു ബിക്കം ഗുഡ്, ദ മോർ യു വിൽ ഡിറ്റാച്ച് ഫ്രം ദി ബോഡി. അതല്ലേ വേണ്ടത്? അങ്ങനെ ഭഗവാൻ ദൈവിക സമ്പത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് 17ാം അധ്യായത്തിലേക്ക് വരുമ്പം ഭഗവാൻ പറയും, ഈ ദൈവീക സമ്പത്ത് വികസിക്കണമെങ്കിൽ അതിനുണ്ടല്ലോ ഈ സാത്വികമായ ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കണം. അപ്പൊ ഭക്ഷണത്തിന് നമ്മുടെ ദൈവിക സമ്പത്ത് വളർത്താൻ പറ്റും. അപ്പൊ ഭഗവാൻ 3 തരം ആഹാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? നിങ്ങൾക്ക് അറിയാം അല്ലേ? ഒന്ന് സാത്വികം, രാജസികം, താമസികം. ഏതൊക്കെയാണ് സാത്വിക ഫുഡ്? ഇഡ്ഡലി, സാമ്പാർ. ഭഗവാൻ പറയുന്നു
3 തരം ആഹാരങ്ങളെക്കുറിച്ച് 17-ാം അധ്യായത്തിൽ വരുന്നുണ്ട്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഭഗവാൻ പറയുന്നു, ഏതാണ് ശ്ലോകം എന്നറിയോ? 8, 7, 8, 9, 10. ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയം യജ്ഞസ്തപസ്തദാ ദാനം തേഷാം വേദമിമം ശൃണു. ആഹാരസ്തു അപി ത്രിവിധോ ഭവതി. ആഹാരത്തിലും 3 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്? ആയുസ്സത്വബലാരോഗ്യ സുഖപ്രീതി വിവർധനം രസ്യാ സ്നിഗ്ധാ സ്ഥിരാ ഹൃദ്യ ആഹാര സാത്വികപ്രിയം ഖഡ്വം ലലവണാത്യുഷ്ണ തീഷ്ണരോക്ഷവിദാഹിനാം ആഹാരാ രാജസസ്യേഷ്ട ദുഃഖശോകാമയപ്രദാം യാതയാമം ഗദരസം പൂതിപര്യൂഷിതം ചയത് ഉച്ഛിഷ്ടമപി ചാമേധ്യം ഭോജനം താമസപ്രിയം. ഇങ്ങനെ 3 തരം ആഹാരങ്ങൾ. ഏതൊക്കെയാണ്? ആയു, സത്വ, ബല, ആരോഗ്യ, സുഖപ്രീതി, വിവർധന. ഇതൊക്കെ തരുന്ന ആഹാരം. അതിനെയാണ് രസ്യ. രസ്യം എന്ന് പറഞ്ഞാൽ രസം വിട്ടുപോകാത്തത്. സ്നിഗ്ധ. സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ എണ്ണമയത്തുള്ളത്. എണ്ണമയം എന്ന് പറഞ്ഞാൽ ഒഴിക്കുന്ന എണ്ണയല്ല. ചില വെജിറ്റബിൾ ഒക്കെ ഫ്രഷ് ആണെങ്കിൽ അതിലിത്തിരി എണ്ണമയം ഉണ്ടാവും. അതുപോലെ സ്ഥിര, കേടുവരാത്തത്. ഹൃദ്യ, കാണുമ്പോൾ തന്നെ ഒരു പ്രിയം തോന്നുന്നത്. ആഹാര സാത്വിക പ്രിയ. അങ്ങനെയുള്ള ആഹാരങ്ങളാണ് സാത്വികങ്ങൾ. എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് ഉപകരിക്കുന്ന ഭക്ഷണം. ഈ ആഹാരത്തിൽ സാത്വികം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ ഇന്നുണ്ടല്ലോ ടേസ്റ്റ് നോക്കിയിട്ട് കഴിക്കുന്ന കാലാണ് എല്ലാവരും. ടേസ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുക. ഈ മസാല കിസാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുന്നപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണത്, സംശയമില്ലല്ലോ. അതുകൊണ്ടാണ് ജങ്ക് ഫുഡിനൊക്കെ ഇത്ര താല്പര്യം. പക്ഷേ ഭഗവാൻ പറയുന്നു, നമ്മൾ ആഹാരാദികൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിന് എത്രമാത്രം സഹായകമാണ്. നാം കഴിക്കുന്ന ഭക്ഷണം അത് ശരീരത്തിൽ ദഹിച്ച് ഈ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ടാണ് ആരോഗ്യമുള്ള ചിന്തകളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നത്. ശരീരം ആരോഗ്യകരമായിരുന്നാൽ ചിന്തകളും ആരോഗ്യം. നാം കഴിക്കുന്ന ആഹാരത്തിന് മനസ്സിനെ സ്വാധീനിക്കാനുള്ള കഴിവ് ധാരാളമുണ്ട്. കൂടുതൽ നമ്മൾ ഈ മസാല കിസാലയൊക്കെ കഴിക്കുമ്പോണ്ടല്ലോ, നാവിന് കൂടുതൽ ടേസ്റ്റിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ മനസ്സും ശരീരവും തമ്മിലുള്ള ഒട്ടൽ കൂടിക്കൂടി വരും. അതുകൊണ്ടാണ് ഭഗവാൻ രാജസഭ ഭക്ഷണം ഒഴിവാക്കണം എന്ന് പറയുന്നത്. പ്രാധാന്യം നമ്മൾ ടേസ്റ്റിന് കൊടുക്കുമ്പോൾ മൈൻഡ് വിൽ അറ്റാച്ച് ടു ദി ബോഡി. നമ്മൾ കൂടുതൽ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ മനസ്സിന് ശരീരത്തോട് യാതൊരു അറ്റാച്ച്മെന്റ് കൂടുതൽ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് കഷായം കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ, അതും എങ്ങനെയുള്ള കഷായം എന്നറിയോ? ദശമൂല കടുത്രയ കഷായം. ശിവൻ കാളകൂട വിഷം കഴിച്ചതുപോലെ വേണ്ടിവരും ഒരാൾ കഴുത്തും ഒരാൾ മൂക്കൊക്കെ പിടിക്കണം. കാരണം നാവിനൊട്ടും അത് രസം തോന്നില്ല. അതെങ്ങനെ നിങ്ങൾ കഴിക്കാണ്ടിരിക്കുമോ? നിങ്ങൾക്കത് കഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കഴിക്കാതിരിക്കുമോ? എന്നെ കഴിക്കുമോ? നിങ്ങൾ ഒറ്റ വിഴുകലാണത്, കുടിക്കുകയല്ല ചെയ്യുക. കാരണം അത് എവിടെങ്കിലും തൊട്ടുപോയാൽ അതിന്റെ രുചി എങ്ങാനും നാവിൽ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പോയി എന്നാണ്. നോക്കൂ നിങ്ങൾ, അതെന്തുകൊണ്ടാണത്? നമ്മുടെ നാവിന് ആ രുചി ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ശരീരവുമായിട്ടുള്ള മനസ്സിന്റെ അടുപ്പം കൂടും തോറും നാവിന് കൂടുതൽ കൂടുതൽ രുചി വേണ്ടിവരും. ഇന്ന് ലോകത്തിൽ കൂടുതൽ രുചിക്ക് പ്രാധാന്യം കൊടുത്തിരിക്കാൻ കാരണം ആളുകൾക്ക് അത്രയും ഫിസിക്കൽ അറ്റാച്ച്മെന്റ് കൂടിക്കൂടി വരികയാണ്. പണ്ടുള്ളവർക്ക് അത്ര അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ നാവിന്റെ രുചിക്ക് അത്ര
പ്രാധാന്യം കൊടുക്കും. പണ്ടുള്ളവരുടെ ജീവിതം എടുത്ത് നോക്കും. നിങ്ങൾ രാവിലെ കഞ്ഞിയും ഒരു നെയ്യും കഴിച്ചാൽ അവരുടെ കാര്യം കഴിഞ്ഞു, അല്ലേ? ഇന്നിപ്പോ കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെന്താ കഞ്ഞികളാണെന്ന് ചോദിക്കും. പനി വന്നാൽ കഴിക്കുന്ന ഒരു മരുന്ന് പോലെയാണ് ഇപ്പോ കഞ്ഞി എന്നുള്ള ഇപ്പോഴത്തെ തലമുറയ്ക്ക്. ഒട്ടും ഇഷ്ടമല്ല കുട്ടികൾക്ക് കഞ്ഞി എന്നൊക്കെ പറയുന്നത്. വലിയവർക്ക് തന്നെ ഇഷ്ടമല്ല, പിന്നെയുണ്ടോ ചെറിയവരുടെ കാര്യം? അങ്ങനെ ജീവിച്ചു നോക്കിയാലല്ലോ നമുക്ക് ഈ കൂടുതലുണ്ടല്ലോ. നിങ്ങൾ പരിശീലിച്ചു നോക്കൂ, മാനസികമായിട്ട് ഭയങ്കര ഫലം കൂടുതലായിരിക്കും. അതുപോലെ മെമ്മറി പവറൊക്കെ വളരെ കൂടുതലായിരിക്കും. ഇതൊക്കെ ഈ ആഹാരത്തിന് വളരെയധികം നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കുന്നുള്ളത് പേഴ്സണലി എനിക്ക് അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. അല്ലാതെ മുളക് കഴിച്ചു വെച്ചിട്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല, പഞ്ചസാര കഴിച്ചു വെച്ചിട്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ചില ആഹാരാദികളിൽ നമ്മൾ മാറ്റം വരുത്തുമ്പോഴുള്ളൂ നമ്മുടെ ആരോഗ്യത്തിന് തന്നെ വളരെ ഹെൽപ്ഫുൾ ആണ്. ഈ പഞ്ചസാരയൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ എല്ലിന് തേയ്മാനം വരും, അത് നമ്മൾ അറിയുന്നില്ല. അത് കാരണം കൂടുതൽ കാൽഷ്യം ഫോസ്ഫേറ്റ് അതിൽ കണ്ടന്റ് ആയതുകൊണ്ട് ബോഡിയിൽ ഓൾറെഡി ഇതൊക്കെ കൂടുതലാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഇതൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ അക്യുമുലേറ്റ് ചെയ്യും, അത് സിസ്റ്റത്തിനെ കേടുവരുത്തും. മനസ്സിലായില്ലേ? അതൊക്കെ നമ്മളെ ആരോഗ്യത്തിനെ കേടുവരുത്താത്ത വിധത്തിലുള്ള ആഹാരം നമ്മൾ കഴിച്ച് ശീലിച്ചാൽ ഒരുപക്ഷെ നമുക്ക് മരിക്കുന്നത് വരെ എന്ത് നിലനിർത്താം? ആരോഗ്യം നിലനിർത്താം. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കേടുവന്ന് കുറേയിടത്ത് മാറ്റി, ഒരു കിഡ്നി അവിടെ മാറ്റി ഇവിടെ മാറ്റിയൊക്കെ കേടുവരുത്തി അങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വരും നമ്മൾ. അപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് കൂടുതൽ വേണമെങ്കിൽ, കൂടുതൽ നമുക്ക് പ്രതിരോധ ശക്തി, ഇമ്മ്യൂൺ പവർ വേണമെങ്കിൽ ആഹാരത്തെ നമ്മൾ വളരെ എന്തായിട്ട് കൊണ്ടു നടക്കണം? സാത്വികമായിട്ട്. ചിലർക്കൊക്കെ എരിവ്, ഞാൻ വളരെ എരിവ് കുറച്ചിടാനാ പറഞ്ഞിരിക്കുന്നത്. എരിവ് കൂടുതലാണ് അവിടെ, കുറവല്ലേ? വളരെ കുറച്ചിടാനാ പറഞ്ഞത്. കാരണം ചിലർക്ക് എരിവ് ഇങ്ങോളം കയറിയാലേ ഭക്ഷണം കയറുള്ളൂ. ശീലിച്ചു പോയി അവര്. ഒന്ന് മാറ്റം വരുത്താൻ വലിയ പ്രയാസമാണ്. ഒരു ക്രമേണ നമ്മളെ ശനൈരു പരമേത്, അറ്റ്ലീസ്റ്റ് ശനിയാഴ്ചയെങ്കിലും നമ്മളിലൊരു എന്ത് ചെയ്യുക? മാറ്റം വരുത്തുക. അതിനൊക്കെയാണ് ഉപവസിക്കുന്നത്. വാസ്തവത്തിൽ ഉപവാസത്തിലേക്ക് പിന്നിലുള്ള രഹസ്യം എന്താ വെച്ചാൽ, ഒരു ദിവസത്തേക്കെങ്കിലും നമ്മുടെ മനസ്സിനെ ഒന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുമോ നമുക്ക് ആഹാരബോധത്തിൽ നിന്ന്. ഇതൊക്കെ ഋഷീശ്വരന്മാര് നമുക്ക് മനസ്സിനെ ശരീരബോധത്തിൽ നിന്നും വേർപ്പെടുത്താനുള്ള ഒരു ഉപായമായി കണ്ടതാണ്. പക്ഷെ നമ്മൾ അതിലും വില്ലന്മാരാണ്. നമ്മൾ അന്ന് ഗോതമ്പ് കഴിച്ചിട്ടെങ്കിലും വയറ് നിറയ്ക്കും. അരിസാധനല്ലേ കഴിക്കാൻ പാടില്ല പറഞ്ഞുള്ളൂ. ഏത് കഴിക്കാം? അതും പുഴുക്ക്, ഗോതമ്പ് കൊണ്ട് പായസം എല്ലാം കഴിച്ചിട്ട് ഇന്ന് ഏകാദശിയാണ്, ഇനി നിറയ്ക്കാൻ സ്ഥലമില്ല. ആരെങ്കിലും ചോദിച്ചാൽ എന്താ കഴിച്ചത്? ഇതാ പരിപ്പ് വട, മുഴുവൻ ഇറങ്ങിയിട്ടില്ല. അത്രത്തോളം വയറ് നിറച്ച് കഴിച്ചിട്ട് ഹിന്ദുപാസനയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വെച്ചിരിക്കുന്നത് ക്രമേണ, ഞാൻ നിങ്ങളെ കളിയാക്കല്ല, ഇറ്റ്സ് ഓൾ മെന്റ് ഫോർ വിഡ്രോയിങ് അവർ മൈൻഡ് ഫ്രം ദി ബോഡി. ഇതെത്ര നമ്മൾ കുറയ്ക്കുന്നോ ഈ ബോഡി അല്ല നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കൈ ഉയർത്താൻ പറഞ്ഞാൽ പൊക്കാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ പലരും ഇത് സിവിയർ പെയിൻ എടുക്കുകയാണ്. പെയിൻ എടുക്കുന്നതിന് കാരണം മനസ്സും ആ ഭാഗവുമായിട്ടുള്ള ആ ഒട്ടൽ കൂടുതലാണ്. അത് കൂടും തോറും അതിന്റെ പെയിൻ നമ്മളെ സ്വാധീനിക്കും. അത് കുറയും തോറും, ഒട്ടൽ കുറയും തോറും, ചെറിയ കുട്ടികൾ നോക്കും ബോഡി എങ്ങനെ വേണേ അവർക്ക് ഫ്ലെക്സ് ചെയ്യാം. എന്തുകൊണ്ട്? കാരണം അവരുടെ മൈൻഡും ബോഡിയും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് കുറവാണ്. ഈ സർക്കസുകാരുണ്ടല്ലോ, അവര് അഭ്യസിച്ച് ബോഡി എങ്ങനെ വേണമെങ്കിലും അല്ലേ, ഏത് രീതിയിൽ വേണമെങ്കിലും ആക്കാം. പക്ഷെ നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റും? നമുക്കത് കണ്ടാൽ നമുക്ക് മസിൽ കയറും അവർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ. വൈ? കാരണം നമ്മൾ അങ്ങനെയൊന്നും പരീക്ഷിച്ചിട്ടില്ല. അപ്പൊ രാവിലെ കുറച്ച് എക്സസൈസ് ചെയ്യുന്നത് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ആളുകൾ ഇറ്റ് ഈസ് മോർ മെന്റ് ഫോർ ഫിസിക്കൽ ഹെൽത്ത്. ഇറ്റ് ഈസ് നോട്ട് മെന്റ് ഫോർ ദ ഫിസിക്കൽ ഹെൽത്ത്, ഇറ്റ് ഈസ് മെന്റ് ഫോർ ദി മൈൻഡ് വിഡ്രോവൽ. അപ്പൊ മൈൻഡ് വിഡ്രോവൽ ചെയ്യുന്നതോറും ഫിസിക്കലി നമ്മളെ പ്രശ്നങ്ങളൊന്നും ബാധിക്കില്ല, കുറവായിരിക്കരുത്. അപ്പൊ നിങ്ങൾക്ക് ഇനി അസുഖം വന്നു എന്ന് പറഞ്ഞാൽ പോലും, ഈ പൊതുവെ സ്ത്രീകളും ആണുങ്ങളും തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീകളുടെ ബോഡിയും മൈൻഡും തമ്മിൽ ഇത്തിരി ഡിറ്റാച്ച് ചെയ്തിട്ടാണ് പ്രകൃതിയാലുള്ളത്. ആണുങ്ങളുടെ ശരീരവും ആണുങ്ങളുടെ മനസ്സും വളരെ അറ്റാച്ച്ഡ് ആണ്. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകളെ സംബന്ധിച്ച് ഗർഭം ചുമക്കണം. അപ്പൊ മനസ്സും ബോഡിയും എങ്ങാനും കൂടുതൽ അറ്റാച്ച്ഡ് ആയിരുന്നാൽ ഈ ഗർഭം ഒരു വലിയ പെയിൻഫുൾ ആയിരിക്കും. അപ്പൊ ഇത് പ്രകൃതിക്ക് നേരത്തെ അറിയുന്നത് കൊണ്ട്
ഇത്തിരി ഡിറ്റാച്ച് ചെയ്തിട്ട് ആവശ്യം. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് ഒരുവിധം ഫിസിക്കൽ പ്രശ്നങ്ങളൊന്നും അവരെങ്ങനെ എഫക്ട് ചെയ്യില്ല. ചെറിയൊരു പ്രശ്നമൊന്നും എഫക്ട് ചെയ്യില്ല. നേരെ മറിച്ച് ആണുങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു പെയിൻ ഉണ്ടല്ലോ, അത് വളരെ സിവിയർ ആയിട്ട് എഫക്ട് ചെയ്യും. കാരണം മൈൻഡും ബോഡിയും തമ്മിൽ അത്ര അറ്റാച്ച്ഡാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ഇമോഷൻ വളരെ പതുക്കെ വരുള്ളൂ. എന്നാൽ ആണുങ്ങളെ സംബന്ധിച്ച് പെട്ടെന്ന് വരുന്നതിന് കാരണം ബോഡിയും മൈൻഡും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് കൂടുതലുള്ളതാണ്. ഇതൊക്കെ പ്രകൃതിയാലുള്ളതാണ്. അതുകൊണ്ടായിരിക്കും സ്ത്രീകൾക്ക് വലിയ സിവിയർ ആയിട്ടുള്ള ഈ യോഗാസനങ്ങളൊന്നും പറഞ്ഞു വെക്കാത്തത്. ഇതൊക്കെ ആണുങ്ങൾക്ക് ഈ യോഗയും മറ്റുള്ള കാര്യങ്ങളും പ്രാണായാമൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. കാരണം ഓൾറെഡി ഡിറ്റാച്ച്ഡ് ആണ്. പക്ഷെ ഇന്നെന്ത് പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാലഘട്ടത്തിലേക്ക് വന്നപ്പോ എന്ത് പറ്റി? ഈ സ്ത്രീകളും ഏറെക്കുറെ ആണുങ്ങളെ പോലെ ടെൻഷൻ എടുത്ത് ജീവിക്കാൻ തുടങ്ങി. പണ്ട് കാലത്ത് വീട്ടിലെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇന്ന് പ്രസവിച്ചാൽ മാത്രം പോരാ, വീട്ടുകാര്യം നോക്കണം, നാട്ടുകാര്യം നോക്കണം, ഓഫീസിലെ കാര്യം നോക്കണം, എല്ലാ കാര്യങ്ങളും നോക്കണം. അച്ഛന്റെ ജോലിയും ഭാര്യ ചെയ്യണം, അമ്മയുടെ ജോലിയൊക്കെ കൂടി ആ ടെൻഷൻ അങ്ങനെ എടുത്തെടുത്തെടുത്ത് ഏറെക്കുറെ ആണുങ്ങളുടെ ബോഡി പോലെ ഈ മനസ്സ് പോലെ ഈ സ്ത്രീകളുടെ അവർക്കും വലിയ വലിയ പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ഇന്നിപ്പോ സ്ത്രീകൾക്കും ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാൻ തുടങ്ങി. പെട്ടെന്ന് 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 അസുഖങ്ങളൊക്കെ അവർക്കും വരാൻ തുടങ്ങി. പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും വരില്ല. ഹാർട്ട് അറ്റാക്ക് വരാത്തതിന് കാരണം ഹാർട്ട് ഇല്ലാത്തത് കൊണ്ടല്ല. ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് കാരണം ബോഡിയും മൈൻഡും തമ്മിലുള്ളൊരു ഓൾറെഡി അങ്ങനെയൊന്നും ബി പിയും പ്രഷറൊന്നും കയറില്ല. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ബി പി സ്ത്രീകൾക്കാണ്. ഈ ഒരു കാര്യം കൊണ്ടാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഏത്? ആഹാരം. ഇനി ഭഗവാൻ പറയുന്നു, ഏതിനെയാണ് രാജസാഹാരം എന്ന് പറയാ? കടു, അമ്ല, ലവണ, അത്യുഷ്ണ, രൂക്ഷ, വിദാഹിന. ബിരിയാണി, ബിരിയാണി, പുളിയിഞ്ചി, കടുമാങ്ങ, ഈ സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ ആഹാര രാജസ. ആഹാരത്തിന്റെ പേരാണ് രാജകീയ ഭക്ഷണമാണ്. ഇതധികം കഴിച്ചാൽ ദുഃഖശോകമായ പ്രഥ. ദുഃഖത്തിന് വേറെ ഇവിടെ ഓർഡർ ചെയ്യണ്ട. എന്തുകൂടെ വരും? ഈ സാധനത്തിന്റെ കൂടെ. എന്തൊക്കെയാണ് ആളുകൾ നോക്കൂ, ഉള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പറയും ഭയങ്കര എരിച്ചിലെടുക്കണോ വയറ് എന്ന്. ആരാ അതൊക്കെ കടത്താൻ പറഞ്ഞത്? ഉള്ളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഭയങ്കര എരിച്ചിലുണ്ട്. എന്നിട്ട് ആ എരിച്ചിലടങ്ങാൻ വേണ്ടി ഐസ്ക്രീം കഴിക്കുക വരും. ആരെ ദ്രോഹിക്കാനാണെന്നൊക്കെ ആളുകളുടെ ചില ഭക്ഷണ രീതികളൊക്കെ കണ്ട രസമാണ്. അപ്പൊ ഇങ്ങനെ കുറെ അനാവശ്യമായി സാധനങ്ങൾ ഇട്ടുകൊടുത്ത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നോക്കൂ. നിങ്ങൾ ഭാരതത്തിന്റെ ഈ സംസ്കാരം തന്നെ ആഹാരത്തിലായിരുന്നു. നമ്മളാണ് പക്ക വെജിറ്റേറിയൻകാര് ഭാരതത്തില്. പിന്നീടാണ് അതൊക്കെ മാറ്റം വന്നത്. അതുകൊണ്ട് തന്നെ ഭാരതീയര് ശാന്ത സ്വഭാവക്കാരായിരുന്നു. നമ്മൾ ഒരാളെ ആക്രമിച്ചിട്ടില്ല നമ്മുടെ ആളുകള് എന്ന് മാത്രമല്ല, മറ്റുള്ള ആളുകളെ പോലും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചവരാണ് നമ്മൾ. ഒരു ലോകത്തിൽ ഒരു ചരിത്രത്തിലും ഇല്ല ഇങ്ങനെ. ആർക്കും വേണ്ടാത്ത എന്താണ് എന്താ പറയാ, ജൂദാസ് അല്ലേ? പണ്ട് റോമില് ജീസസിനെ ക്രൂസിഫൈ ചെയ്തതിന് ശേഷം ആ കാലഘട്ടത്തിലുണ്ടല്ലോ, ജൂതന്മാര് വലിയ പ്രശ്നമായിരുന്നു. അവരൊക്കെ ഓടി രക്ഷപ്പെട്ടത് ഭാരതത്തിലെ പാർസികള്, മുസ്ലിങ്ങളുടെ മറ്റൊരു വിഭാഗമായിരുന്നു. അവർ രക്ഷപ്പെട്ട് ഇങ്ങോട്ട് ഭാരതത്തിൽ വന്നു ചേർന്നവരാണ് അവർ. ഇങ്ങനെ അനവധി വിഭാഗങ്ങൾ ആളുകൾ ഇവിടെ വന്നു ചേരാൻ കാരണം നമ്മുടെ ഭാരതത്തിന്റെ ഒരു തുറന്ന മനസ്സാണ്. അത് കുറെയൊക്കെ ആഹാരവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ നോക്കൂ, കൂടുതൽ നോൺ വെജ് കഴിക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാനുള്ള മനസ്സ് വളരെ കുറവാണ്. നിങ്ങൾ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് നോക്കൂ, നിങ്ങൾ അപ്പം തന്നെ നിങ്ങൾക്ക് കാണാം മറ്റ് മതങ്ങളെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നില്ല. മറ്റ് റിലീജിയസ് പ്രാക്ടീസിനെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നില്ല. അത്ര അവര് ഫിസിക്കൽ ഓറിയന്റഡ്. ഒരു വശത്ത് അവർ ഈശ്വരൻ സർവ്വവ്യാപിയാണെന്ന് പറയും ചെയ്യുന്നു. എത്ര ഫൂളിഷ്നെസ്സാ നോക്കൂ. ഈശ്വരൻ സർവ്വവ്യാപിയാണെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് വേണ്ടേ? എന്നാൽ നമുക്ക് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാൻ സാധിച്ച ഋഷിച്ചൻ. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവത. ഭാവന നോക്കൂ നിങ്ങൾ. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഇന്നിപ്പോ നമ്മൾ ഏറെക്കുറെ പറയാൻ പറ്റാത്തവരായി തീർന്നു. ഇന്നിപ്പോ നമുക്ക് മനസ്സിലായി ഇതൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. കാലം നമ്മൾ മാറ്റി. പിന്നീട് പറയുന്ന ഭഗവാൻ താമസ ഭക്ഷണം. യാതയാമം ഗതരസം പൂതി പര്യൂഷിതം ചെയ്ത്. അതായത് പഴം കൂട്ടാൻ കഴിക്കുക. പഴം കൂട്ടാൻ എന്ന് പറഞ്ഞാൽ പഴം കൂട്ടാനല്ല, പഴയും കൂട്ടാൻ. ഓരോ വീട്ടിലെ ഫ്രിഡ്ജിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാലല്ലോ, കഴിഞ്ഞ ഓണത്തിന്റെ പായസം ഉണ്ടാവും എടുത്തു വെച്ചിട്ട്. എത്ര തൊലി കെട്ടിയാ നോക്കൂ.
അതെ, കാളൻ ഒരാഴ്ച. ഇപ്പം നിങ്ങളിങ്ങോട്ട് വരുമ്പം തന്നെ ഓരോ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഒരു മാസത്തേക്കുള്ള സാമ്പാർ. കാളൻ ഇനിയും കുഴപ്പമില്ല. ആ പെട്ടി വന്നതോടുകൂടിയിട്ട് സൗകര്യേ എന്തുണ്ടാക്കിയാലും അതിന്റെ അകത്തേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചൂടാക്കി പിന്നെ മൈക്രോവനും വന്നു ഒന്ന് തണുപ്പിക്കാനും. അതുകൊണ്ടായിരിക്കാം മരിച്ചു കഴിഞ്ഞാൽ ഈ ബോക്സ് പ്രതിജ്ഞ ചെയ്യുന്നത്, ഞാനും നിങ്ങളെ കുറച്ച് ദിവസം അതിൽ കടത്തുന്നു. മിക്കവാറും ആളുകൾ മരിച്ചു കഴിഞ്ഞാലല്ലോ പെട്ടെന്ന് അവരെ ക്രിമേറ്റ് ചെയ്യാൻ കൊണ്ടുപോയില്ല. ഒരു 2 ദിവസത്തേക്കെങ്കിലും ബോക്സിൽ ഐസിലൊക്കെ ഇട്ട് വെച്ച് അതിലത്തെ സാധനം കഴിച്ചു ശീലിച്ചതല്ലേ. അപ്പൊ ആ സംസ്കാരം കുറച്ച് ശരീരത്തിലുണ്ടാവണമല്ലോ. നോക്കും നിങ്ങൾ, അങ്ങനെയൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരാണ് താമസം. അപ്പൊ നമുക്ക് ഇത്തിരി താമസം ഉണ്ടാവും എല്ലാ കാര്യത്തിലും. ഒരു താമസം എന്ന് പറഞ്ഞാൽ മറവി, ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. കൂടുതൽ നമ്മുടെ ബുദ്ധി പെട്ടെന്നൊന്നും പ്രവർത്തിക്കില്ല. പ്രവർത്തിക്കും എപ്പെന്നറിയോ? താമസിച്ച്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം ഓർമ്മ ഉണ്ടാവുള്ളൂ ടിക്കറ്റ് എടുക്കേണ്ടതായിരുന്നു എന്ന്. അതുവരെ ഓർമ്മ ഉണ്ടാവില്ല. ഭാര്യയും മക്കളും നാട്ടിൽ നിന്ന് വരികയാണേ, എല്ലാ സാധനങ്ങളും പണ്ടൊക്കെ എങ്ങനെയുള്ള ചക്ക മാങ്ങ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഈ ബോംബെയിലും മദ്രാസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഫാമിലി വരുമ്പം അച്ഛനെയും അമ്മയും ഒഴിച്ച് ബാക്കിയെല്ലാം അവര് അവിടുന്ന് പെറുക്കി കൊണ്ടുവരും. അങ്ങനെ 10-20 കിലോമീറ്റർ ഒക്കെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നത്, നിനക്ക് ഇതൊക്കെ എടുക്കാന്നുണ്ടായിരുന്നെങ്കിൽ ഫ്രണ്ടിൽ അലമാരയും കൂടെ എടുക്കായിരുന്നില്ലേ എന്ന്. എന്നിട്ട് എവിടെ വെക്കും? ഫ്ലാറ്റിൽ സ്ഥലമുണ്ടോ ഇല്ലേ എന്നല്ല, എടുത്തിരുന്നെങ്കിൽ നമ്മുടെ ടിക്കറ്റ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു എന്ന്. അതെടുത്തിട്ടില്ലേ? ധൃതിയില് ചാക്കയും മാങ്ങയും പാക്ക് ചെയ്തപ്പോ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ കാണാൻ നിൽക്കുക. ഇപ്രകാരം ഓരോ സാത്വികമായിട്ടുള്ള സാധനങ്ങളെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ വളരെ സ്വാധീനിക്കുന്നുണ്ട് പറയാണ്. പിന്നെ അതിനുശേഷം ഭഗവാൻ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ